എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ മിനീസ് കിച്ചണിലേക്ക് ഹാർദമായ സ്വാഗതം. പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള വെരി ടേസ്റ്റി നിലക്കടല ചൂണ്ടൽ തയ്യാറാക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കാണുന്ന ബെൽ ബട്ടണിലെ ആൾ എന്ന ഓപ്ഷൻ കൂടി ഇനേബിൾ ചെയ്യണേ. എന്നാലേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ തുടർ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കുടനെ ലഭിക്കുകയുള്ളൂ. നിലക്കടല കഴുകി 2 മണിക്കൂർ ചുടുവെള്ളത്തിൽ കുതിർക്കാനിട്ടാൽ മതി. നല്ലപോലെ വീർത്ത് കുതിർന്നു വരും. നിലക്കടലയിൽ ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്ക് ഒരു നേരത്തെ ഭക്ഷണം നിലക്കടല ചൂണ്ടലാക്കാവുന്നതാണ്. കൂടുതൽ പച്ചക്കറികൾ കൂടെ ഇട്ടാൽ സൂപ്പറായി. ക്യാരറ്റ്, സവാള, കുക്കുംബർ, മാങ്ങ, തേങ്ങാക്കൊത്ത് എന്നിവയിട്ട് ചൂണ്ടൽ കുറച്ചുകൂടി സ്വാദിഷ്ടവും പോഷകപ്രദവുമാക്കാം. കുതിർത്ത കടല കുക്കറിലിട്ട് 7 വിസിൽ വരെ വേവിക്കുക. കടല നല്ലപോലെ വേവണം. ഉപ്പ് ചേർത്ത് വേവിക്കുക. വേവിച്ച കടല ഒരു പാത്രത്തിലാക്കാം. ഇനി ചൂണ്ടൽ തയ്യാറാക്കാം. ഇതിന് ഗ്യാസ് കത്തിച്ച് ഒരു പാൻ വയ്ക്കുക. പാൻ ചൂടായി വരുമ്പോൾ 1 സ്പൂൺ നല്ലെണ്ണ ഒഴിക്കാം. ഇനി എണ്ണ ചൂടാവുമ്പോൾ 1/2 സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടുമ്പോൾ 2 വറ്റൽമുളക് 2ആയി മുറിച്ചതും കുറച്ച് കറിവേപ്പിലയും ചേർക്കുക. ഗ്യാസ് സിമ്മിൽ വയ്ക്കുക. ഇനി ഇതിലേക്ക് 1/4 സ്പൂൺ കായപ്പൊടിയും 1/2 സ്പൂൺ മുളക് പൊടിയും ചേർക്കുക. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് വേവിച്ച കടല ഇട്ട് കൊടുക്കുക. നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം തേങ്ങ ചിരവിയത് 2 സ്പൂൺ ചേർക്കുക. ആംചൂർ പൗഡർ വേണമെങ്കിൽ ചേർക്കാം. മാങ്ങ ഉണക്കി പൊടിച്ചതാണ് ആംചൂർ പൗഡർ. ഇത് ഷോപ്പുകളിൽ വാങ്ങിക്കാൻ കിട്ടും. ഇതിന് പകരമായി മാങ്ങ ചെറുതായി നുറുക്കിയും ഉപയോഗിക്കാം. നല്ല സ്വാദിഷ്ടമായ നിലക്കടല ചൂണ്ടൽ റെഡി. ഇന്നത്തെ റെസിപ്പികൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. വീണ്ടും മറ്റൊരു നല്ല വിഭവവുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്.